ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ സ്മൂത്തി. പപ്പായ കൊണ്ടുള്ള സ്മൂത്തി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല മധുരമുള്ള പഴുത്ത പപ്പായ, ഒരു പപ്പായയുടെ 1/4 ഭാഗം, തൈര് 1/4 കപ്പ്, നല്ല പഴുത്ത പഴം ഒരെണ്ണം, റോഹണി 1/2 ടേബിൾ സ്പൂൺ, തണുത്ത വെള്ളം 1/2 കപ്പ്. നമുക്ക് ആദ്യം തന്നെ ഈ ഹോൾ പപ്പായ 2ആയിട്ട് മുറിച്ചെടുക്കാം. ഞാനിന്നിവിടെ 2 ഗ്ലാസ് സ്മൂത്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഒന്നുകൂടി പകുതിയാക്കിയെടുക്കാം. രണ്ട് ഗ്ലാസ് സ്മൂത്തിക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു പപ്പായയുടെ 1/4 ഭാഗമാണ്. ഇനി നമുക്ക് ഇതുപോലെ ഈ പപ്പായയുടെ സീഡ്സ് എല്ലാം മാറ്റിയെടുക്കാം. ഈ സീഡ്സ് എല്ലാം മാറ്റിയെടുത്ത ശേഷം പപ്പായ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് സ്കൂപ്പ് ചെയ്ത് ജ്യൂസറിലോട്ടിടുക. എല്ലാ പഴവർഗ്ഗങ്ങളും ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണെങ്കിലും പപ്പായയുടെ ഗുണങ്ങൾ ഏറെയാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യം മുതൽ മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധിയാണ് പപ്പായ. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ലതുപോലെ പഴുത്ത പഴം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തണുപ്പിച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണിത്. അടുത്തതായി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. പ്യുവറായിട്ടുള്ള റോ ഹണിയാണിത്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തണുത്ത വെള്ളം ആഡ് ചെയ്യുക. തണുത്ത വെള്ളത്തിന് പകരം ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇതിനി നമുക്ക് അടിച്ചെടുത്ത് സ്മൂത്തി തയ്യാറാക്കാം. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും നാരുകളുടെയും കലവറയാണ് പപ്പായ. പപ്പായയിൽ ധാരാളം വൈറ്റമിൻ എയും ബിയും സിയും അടങ്ങിയിട്ടുണ്ട്. പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ചർമ്മത്തിലെ ചുളിവുകളെയും പ്രായമാവുന്നതിൻ്റെ ലക്ഷണങ്ങളെയും പ്രതിരോധിക്കും. കൂടാതെ ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കുന്നതിനും പപ്പായ കഴിക്കുന്നത് ഗുണം ചെയ്യും. ഇപ്പോൾ നമ്മുടെ പപ്പായ അരഞ്ഞ് നല്ല ക്രീമി ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, പഴുത്ത പപ്പായയുടെ സീഡ്സാണ് ഏറ്റവും ഔഷധ മൂല്യമുള്ള ഭാഗം. ഇത് പ്രോട്ടീൻ കൊണ്ട് സമ്പന്നമാണ്. ദഹന പ്രക്രിയയ്ക്ക് ഏറ്റവും ഉത്തമമാണ് പപ്പായക്കുരു. ക്യാൻസറിനെ പ്രതിരോധിക്കുകയും ലിവർ സിറോസിസിനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് ഇതിന്. ഫാറ്റി ലിവർ മൂലം ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പപ്പായയുടെ സീഡ് ഒറ്റമൂലിയാണ്. ലിവറിലെ കൊഴുപ്പ് കളഞ്ഞ് കരളിനെ പുനർജീവിപ്പിക്കാൻ പപ്പായയുടെ കുരുവിന് കഴിയും. ഇതിപ്പോൾ കട്ട് ചെയ്ത പപ്പായയുടെ സീഡ്സ് വാഷ് ചെയ്തെടുത്തതാണ്. ഷോയിൽ കാണിക്കാൻ വേണ്ടി നേരത്തെ കുറച്ച് സീഡ്സ് ഉണക്കി എടുത്തു വെച്ചതാണ് ഈ ഉണങ്ങിയ സീഡ്സ്. ഇത് ഉണങ്ങിയ സീഡ്സ് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്ത പൗഡറാണ്. ഈ ഉണങ്ങി പൊടിച്ച പൗഡർ നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങയുടെ നീര് കലർത്തി
1 സ്പൂൺ പപ്പായ സീഡ്സ് ഉണക്കി പൊടിച്ച പൗഡറും കലർത്തി കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തേനും പപ്പായക്കുരുവിൻ്റെ പൗഡറും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് സെർവ് ചെയ്യാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.